ഹായ് പാർട്ട്നേഴ്സ്, എപ്പോഴാണ് ഒരു ഇൻകം റെക്കോർഡ് ചെയ്യേണ്ടത്? കസ്റ്റമർക്ക് ബില്ല് ഇഷ്യൂ ചെയ്യുമ്പോഴാണോ അതോ ബാങ്ക് അക്കൗണ്ടിൽ പണം വരുമ്പോഴോ? ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. രണ്ട് രീതികളാണ് ഉള്ളത്. ഒന്ന് ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങും അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ്. ഇതിൽ ഏത് രീതി തിരഞ്ഞെടുത്താലും അത് നമ്മുടെ ടാക്സ് കണക്ക് കൂട്ടലുകളെ മൊത്തത്തിൽ മാറ്റും. ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 23 ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം എന്താണ് ക്യാഷ് ബേസിസ് എന്ന് പറയാം. ഇത് വളരെ ലളിതമാണ്. എപ്പോഴാണ് നമ്മുടെ കയ്യിൽ പണം വരുന്നത് അപ്പോൾ മാത്രം അത് വരുമാനമായി രേഖപ്പെടുത്തുന്നു. എപ്പോഴാണോ പണം നൽകുന്നത് അപ്പോൾ മാത്രം അത് ചെലവായും രേഖപ്പെടുത്തുന്നു. ഉദാഹരണം, ഡിസംബറിൽ ഒരു ജോലി ചെയ്ത് തീർത്തു, ഒരു വർക്ക് ചെയ്ത് തീർത്തു. പക്ഷേ കസ്റ്റമർ പണം തരുന്നത് അടുത്ത ജനുവരിയിലാണെങ്കിൽ ക്യാഷ് ബേസിസ് പ്രകാരം ആ പണം ജനുവരിയിലെ വരുമാനമാണ്, ഡിസംബറിലേതല്ല. എന്നാൽ എന്താണ് അക്രൂവൽ ബേസിസ് എന്ന് നോക്കാം. ഇവിടെ പണം കിട്ടാൻ നമ്മൾ കാത്തു നിൽക്കുന്നില്ല. എപ്പോഴാണോ നമുക്ക് ആ പണത്തിന് അർഹത ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ അത് വരുമാനമായി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഒരു ചെലവ് കൊടുക്കാൻ അല്ലെങ്കിൽ ആ ലയബിലിറ്റി വരുമ്പോൾ തന്നെ അത് ചെലവായും രേഖപ്പെടുത്തുന്നു. ഉദാഹരണം, അതേ ഡിസംബറിലെ ജോലിക്ക് അല്ലെങ്കിൽ വർക്കിന് പണം ജനുവരിയിൽ കിട്ടിയാലും അക്രൂവൽ ബേസിസ് പ്രകാരം ആ വരുമാനം ഡിസംബറിൽ തന്നെ രേഖപ്പെടുത്തണം. ആർക്കൊക്കെയാണ് അക്രൂവൽ നിർബന്ധമായി വരുന്നത്? ക്യാപിറ്റൽ കമ്പനികളെ പോലെ നിയമപരമായി കൊമേഴ്ഷ്യൽ ബുക്കുകൾ സൂക്ഷിക്കാൻ ബാധ്യതയുള്ള എല്ലാ കമ്പനികളും അക്രൂവൽ രീതി തന്നെ ഉപയോഗിക്കണം. അതുപോലെ വ്യക്തിഗത ബിസിനസ് ആണെങ്കിൽ വാർഷിക വരുമാനം ഒരു നിശ്ചിത പരിധിക്ക് മുകളിൽ പോയാൽ അവരും നിർബന്ധമായും അക്രൂവലിലേക്ക് മാറണം. ഈ നിശ്ചിത പരിധിക്ക് താഴെ വരുമാനമുള്ള വ്യക്തികൾക്ക് വേണമെങ്കിൽ ക്യാഷ് ബേസിസ് തിരഞ്ഞെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ ഏത് രീതി തിരഞ്ഞെടുത്താലും പിന്നീട് അത് മാറ്റണമെങ്കിൽ സാറ്റ്ക ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക കൺസെന്റ് ആവശ്യമാണ്. അക്രൂവൽ രീതിയാണ് മിക്ക കമ്പനികളും ഫോളോ ചെയ്യുന്നത്. എന്നാൽ വലിയ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് പോലെ 3-4 വർഷം നീണ്ടു നിൽക്കുന്ന ജോലികൾക്ക് ടാക്സ് കണക്കാക്കുന്നതിന് ലോങ് ടേം കോൺട്രാക്റ്റുകൾ എന്ന രീതിയാണ് സ്വീകരിക്കുക. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്രേറ്റ്.